solid waste disposal, control of solid waste. There are various methods used for the disposal of solid waste. സോളിഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ നിരവധി മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്, നിരവധി രീതികൾ സ്വീകരിക്കാറുണ്ട്. ഫസ്റ്റ് വൺ, സാനിറ്ററി ലാൻഡ് ഫിൽസ്. The simplest and most widely used technique of solid waste disposal is to dump solid waste into sanitary landfills. The refuse is filled up or dumped in layers of 1.5 meter or so, and each layer is covered by good earth of at least 20 centimeter thickness, so that the refuse is not directly exposed. എന്താണ് സാനിറ്ററി ലാൻഡ് ഫിൽ? നമ്മുടെ ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ മണ്ണിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക. വിവിധ ലെയറുകളായി, ഓരോ ലെയറും ഒരു 1.5 മീറ്റർ 2 മീറ്റർ ഒക്കെ കട്ടിയിൽ വേസ്റ്റ് കൊണ്ട് ഇടുകയും അതിന്റെ മുകളിൽ ഒരു ലെയർ മണ്ണിടും. അതായത് ഒരു ഏകദേശം ഒരു 20 സെന്റിമീറ്റർ തിക്നെസ്സിൽ മണ്ണിടുക. അടുത്ത ലെയർ വേസ്റ്റ് ഇടുന്നു, അതിന് മുകളിൽ വീണ്ടും മണ്ണിടുന്നു. കാരണം വായുമായി സമ്പർക്കം ഉണ്ടാകാതിരിക്കാനായിട്ട്. അപ്പൊ പല രാജ്യങ്ങളിലും ചെയ്യുന്ന രീതിയാണിത്. എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്? വളരെ സിമ്പിൾ ആണ്, അത് ഇക്കണോമിക്കലാണ്. അതുപോലെ കാര്യമായ കോസ്റ്റ്, പണം മുടക്കുള്ള പ്ലാന്റോ എക്യുപ്മെന്റോ ആവശ്യമില്ല, സ്കിൽഡ് ലേബറിന്റെയും ആവശ്യമില്ല. പിന്നെ കാര്യമായി ഒരു അവശിഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും ഡിസ്പോസ് ചെയ്യേണ്ടതായതിൽ ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം പൂർണ്ണമായിട്ട് നമുക്ക് മണ്ണടിയിൽ ഇടാൻ കഴിയും. അതുപോലെ നമുക്ക് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ എന്താണ് ഉയർത്തി കൊണ്ടുവന്ന്, പ്രത്യേകിച്ച് എന്താണ് ചതുപ്പുകളൊക്കെ ഇത്തരത്തിൽ വേസ്റ്റ് കൊണ്ട് നിറച്ച് അതിനെ ഉയർത്തി സാധാരണ കൃഷിയോഗ്യമായ ഭൂമിയാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്? കൂടുതൽ ഭൂമി ആവശ്യമാണ്, ലാർജ് ലാൻഡ് ഏരിയ ഈസ് റിക്വയർഡ്. മറ്റൊന്ന്, കണ്ടിന്യൂസ് ഇവല്യൂഷൻ ഓഫ് ഫൗൾ സ്മെൽ. തുടർച്ചയായി ദുർഗന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ മണ്ണിട്ട് മൂടിയിട്ടില്ലെങ്കിൽ. പിന്നെ റിക്വയർമെന്റ് ഓഫ് ഇൻസെക്ടിസൈഡ്സ്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഇൻസെക്ടിസൈഡ്സിന്റെ ആവശ്യം ഉണ്ടാകും. സെക്കൻഡ് വൺ ഈസ് ദ കമ്പോസ്റ്റിംഗ് ആണ്. ഇറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ് ഓഫ് സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ ഇൻ റൂറൽ ഏരിയാസ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് manure and biogas. In this method, the solid waste is allowed to degrade and decompose. It is a hygienic method which converts the solid waste into manure through aerobic bacterial action. ഇവിടെ നമ്മൾ കമ്പോസ്റ്റിംഗ് സാധാരണ നമുക്ക് അറിയാവുന്നതാണ്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. ബയോഗ്യാസ് പ്ലാന്റുകളിലേക്കാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സോളിഡ് വേസ്റ്റിനെ ഡീഗ്രേഡ് ചെയ്യാൻ അനുവദിക്കുന്നു പറയാം. അതൊരു ഹൈജീനിക് മെത്തേഡാണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു ഒരു എയറോബിക് ബാക്ടീരിയൽ ആക്ഷൻ നടക്കുക. ഓക്കെ, കാരണം അതിലൂടെ ബാക്ടീരിയ പ്രവർത്തിച്ച് അവയിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഗ്യാസ് ലഭിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ ബാക്കി വരുന്നത് സ്ലറി, നല്ല കാർഷിക വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. തേർഡ് വൺ, വെർമി കമ്പോസ്റ്റിംഗ്. ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് മേക്കിംഗ് കമ്പോസ്റ്റ് ഫ്രം വേസ്റ്റ് ബൈ യൂസിങ് സം കൈൻഡ് ഓഫ് എർത്ത് ബോംസ്. ചില പ്രത്യേകതരം മണ്ണിരകളെ ഉപയോഗിച്ചുകൊണ്ട് വേസ്റ്റിനെ കമ്പോസ്റ്റ് ആക്കി മാറ്റുന്ന രീതിയാണ് വെർമി കമ്പോസ്റ്റിംഗ് പറയുന്നത്. മണ്ണിര കമ്പോസ്റ്റ് ഒക്കെ നമ്മൾ പറയാറ്. ഓക്കെ. ഫോർത്ത് വൺ, ഇൻസിനറേഷൻ. ദ കമ്പഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻ എ സ്യൂട്ടബിളി ഡിസൈൻഡ് ഇൻസിനറേറ്റർ ബോയിലർ ഈസ് നോൺ ആസ് ഇൻസിനറേഷൻ. Incinerators are burning plants capable of burning a large quantity of solid waste at a high temperature. Thus, incineration means burning of the solid waste in incinerators. അതായത് ഇവിടെ ഇൻസിനറേഷൻ വേസ്റ്റ് കത്തിക്കുന്ന ഒരു പരിപാടിയാണ്. അത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ പാത്രങ്ങളിൽ വേസ്റ്റ് നിറച്ച് അത് കത്തിച്ച് കളയുന്ന ഒരു പരിപാടിയാണ് ഉള്ളത്. ഉയർന്ന ടെമ്പറേച്ചറിൽ അത് കത്തിക്കുക. അപ്പൊ എന്താണ് ഇങ്ങനെ ഇൻസിനറേറ്ററുകളിൽ ഇട്ട് കത്തിക്കുന്ന പരിപാടിക്കാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. എന്താ അതിന്റെ മെച്ചം എന്താണ്? ഓൾ ദി പാതജൻസ് ആൻഡ് ഇൻസെക്ട്സ് ആർ ഡിസ്ട്രോയിഡ്. അതിനകത്ത് എല്ലാ വേസ്റ്റുകളും എല്ലാം കാരണം കത്തിക്കുകയാണ്, എല്ലാം
രോഗാണുക്കളും മറ്റ് സൂക്ഷ്മാണുക്കളൊക്കെ എന്താണ് ചത്തുപോകും. നോ ഓർഡർ ആൻഡ് ഡസ്റ്റ് ന്യൂസൻസ്. പുകയോ മണമോ പൊടി ശല്യം ഒന്നും ഉണ്ടാകാറില്ല നല്ല രീതിയിലാണെങ്കിൽ. ഡിസഡ്വാൻറ്റേജസ്: ഹൈ ഇനീഷ്യൽ കോസ്റ്റ്, ഉയർന്ന വലിയ ചിലവ് ആവശ്യമാണ്, കുറച്ച് പൈസ മുടക്കുന്നുണ്ട്. ഇൻസിനറേറ്ററുകൾ സ്ഥാപിക്കണം. പിന്നെ ന്യൂസൻസ് ഓഫ് സ്മോക്ക്, ഓർഡർ ആൻഡ് ആഷ് ഡ്യൂറിങ് ദ ഇംപ്രോപ്പർ ഫങ്ഷൻ. നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ ചിലപ്പോൾ പുകയുണ്ടാകാം, അല്ലെങ്കിൽ സ്മെല്ല് ഉണ്ടാകാം, ചിലപ്പോൾ എന്താണ് ചാരമൊക്കെ പുറത്തേക്ക് വരാം. നല്ല രീതിയിലല്ലെങ്കിൽ, നല്ല രീതിയിലാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. Next one is the pyrolysis. The combustible solid waste are heated in a specially designed retort-like chamber known as pyrolysis reactor at 650 to 1000 degrees Celsius in oxygen-free environment. This is an alternative to incineration technique. This process is superior to incineration because much of the energy content of the waste materials can be recovered here. In this process, waste is burned under controlled atmosphere of oxygen and the resultant gas and liquid are retained to be used as fuel. ഇവിടെ എന്താണ് പൈറോലൈസിസ് എന്ന് പറയുന്നത്? ഇൻസിനറേറ്ററിനേക്കാൾ അല്പം കൂടി മുൻപന്തിയിൽ നിൽക്കുന്ന അല്പം കൂടി നല്ല ഒരു മാർഗമാണ്. ഇവിടെയും കത്തിക്കുകയാണ് ചെയ്യുന്നത്, വേസ്റ്റ് കത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ്, ചെറിയ ഒരു പ്രത്യേകം തയ്യാറാക്കിയ ഒരു പാത്രമാണ്, ആ പാത്രത്തിലാണ് കത്തിക്കുന്നത്. അവിടെ ഓക്സിജന്റെ സാന്നിധ്യമില്ല. 650 ഡിഗ്രി മുതൽ 1000 ഡിഗ്രി വരെ സെൽഷ്യസിൽ ആണ് ഇത് കത്തിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി ഇവിടെ എന്താണ്, ഇവിടെ ഈ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജിയെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളൊരു നിശ്ചിത ഒരു ഓക്സിജൻ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ കത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗ്യാസും അതോടെ ഉണ്ടാകുന്ന ഈ ലിക്വിഡൊക്കെ നമുക്ക് റീറ്റെയിൻ ചെയ്യാനും അതിനെ പിന്നീട് ഫ്യൂലായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് കുറച്ചും കൂടി മെച്ചമാണ് എന്ന് പറയുന്നത് ഈ പൈറോലൈസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ റീസൈക്ലിംഗ്. It is possible to make new products from non-degradable solid waste and thereby reduce the volume of solid waste. നമ്മൾ ഓൾറെഡി കണ്ടു. നമുക്ക് എന്താണ് മറ്റൊരു മാർഗം, നമുക്ക് റീസൈക്കിൾ ചെയ്യാം അല്ലെ. നോൺ ഡീഗ്രേഡബിൾ ആയ മെറ്റൽസിലേക്ക് മാറ്റി നമുക്ക് റീസൈക്കിൾ ചെയ്യാം. പ്ലാസ്റ്റിക് ആയാലും ഗ്ലാസ് ആയാലും മെറ്റൽസ് ഒക്കെ ആയാലും ആ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് സോളിഡ് വേസ്റ്റ് ഡിസ്പോസലിന്റെ പ്രധാനപ്പെട്ട മാർഗം. ഓക്കെ, താങ്ക് യു.